എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പഴം ഉപയോഗിച്ചിട്ടുള്ള നല്ല നാടൻ ഉണ്ണിയപ്പമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ പഴം ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഉണ്ണിയപ്പം 6 മുതൽ 8 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ ഈ ഉണ്ണിയപ്പം അരമണിക്കൂർ മാത്രം റെസ്റ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ബെല്ലൈക്കണും ഒന്ന് ആക്ടിവേറ്റ് ആക്കി ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുകയുള്ളൂ. ഇവിടെ ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ട് 300 മില്ലിയുടെ ഗ്ലാസ്സിൽ അളന്നിട്ടാണ് പച്ചരി എടുത്തിരിക്കുന്നത്. ഈ അരി 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ഒരു അരിപ്പയിൽ വെള്ളം കളയാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഈ സമയത്ത് തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള ശർക്കരയും ഉരുക്കിയെടുക്കാം. എങ്കിൽ മാത്രമേ ബാക്കി ചേരുവകളൊക്കെ റെഡിയാകുമ്പോഴേക്ക് ഈ ശർക്കരയൊന്ന് തണുത്ത് കിട്ടുകയുള്ളൂ. അരിപ്പൊടി ഇവിടെ പൊടിച്ച് അരിച്ചെടുത്തിട്ടുണ്ട്. പൊടി അരിച്ചു കഴിയുമ്പോൾ ഇതുപോലെ കുറച്ച് തരി കിട്ടും. ആ തരിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തരി കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചൊന്ന് കുറുക്കിയെടുക്കണം. ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടും. ഇതുപോലെ തരി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു കാര്യം കൂടിയുണ്ട്. സാധാരണ 6 മുതൽ 8 മണിക്കൂർ വരെയൊക്കെ റെസ്റ്റ് ചെയ്തിട്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. ഇതുപോലെ തരി കുറുക്കി ചേർത്ത ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി. തരിയൊക്കെ ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിനി തണുക്കാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ശർക്കര ഉരുക്കിയതും അരി കുറുക്കിയതും ഒക്കെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. തരി കുറുക്കിയെടുത്തതും 3 പഴവും കൂടെ ഒരു മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ ഉരുക്കിയെടുത്ത ശർക്കര കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ പഴം കുറച്ച് കൂടുതലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അളവ് കുറയ്ക്കേണ്ടവർക്ക് കുറയ്ക്കാം. ഇത്രയും പഴം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ആ പണ്ടത്തെ ഉണ്ണിയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത്രയും പഴം ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും. പഴത്തിൻ്റെ ടേസ്റ്റ് കുറവ് ഇഷ്ടമുള്ളവർക്ക് അളവ് കുറയ്ക്കാം. പഴം അരച്ച കൂട്ടും അരിപ്പൊടിയും കുറേശ്ശെ ഒരു പാത്രത്തിലേക്ക് മാറ്റി മിക്സ് ചെയ്തെടുക്കാം. പരിചയമില്ലാത്തവർ എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യരുത്. കുറേശ്ശെ ആയിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ അരച്ച കൂട്ടോ പൊടിയോ ഒക്കെ കൂടിപ്പോകാനോ കുറഞ്ഞു പോകാനോ ഒക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാകം മനസ്സിലാകും. ഇതിനിയൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഈ സമയത്ത് കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്തെടുക്കാം. ഇവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തിട്ടൊന്ന് വറുത്തെടുക്കാം. ചെറുതായിട്ടൊന്ന് കളർ മാറുന്നത് വരെ വറുത്തെടുത്താൽ മതി. ബാക്കി ഇത് ഇരുന്ന് ഒന്നും കൂടി ഒന്ന് കളർ മാറി വരും. കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തതൊന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഉണ്ണിയപ്പത്തിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ജീരകവും ഏലക്കായുമാണ്. ഇതൊന്ന് ചതച്ചെടുക്കണം. ഇവിടെ ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ചതച്ചെടുത്ത ജീരകവും ഏലക്കായും വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ വറുത്ത തേങ്ങാക്കൊത്തൊക്കെ ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടിലേക്ക് ചേർക്കുമ്പോൾ തന്നെ ഒരു മണം വരാൻ തുടങ്ങും. ഉണ്ണിയപ്പത്തിനുള്ള കൂട്ടിവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിയപ്പച്ചട്ടി ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കുക്കിംഗ് ഓയിലും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഉണ്ണിയപ്പോ നെയ്യപ്പോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റും മണവും കിട്ടും. ഞാനിവിടെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് ഉടനെ തന്നെ ഉണ്ണിയപ്പം പൊങ്ങി വരും. ഉടനെ തന്നെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഒരു പ്രാവശ്യം ഒന്നുണ്ടാക്കി നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്നത്തെ ഈ തനി നാടൻ ഉണ്ണിയപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കി ഓൾ എന്ന ഓപ്ഷനും ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.